പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവ് മെയ് 7 മുതൽ നടക്കും. സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കുന്ന കോൺക്ലേവിൽ വോട്ടവകാശമുള്ള 135 കർദിനാൾമാരാണ് പങ്കെടുക്കുക. 3/2 ഭൂരിപക്ഷം ലഭിക്കുന്ന ആൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി മാറും. 3/2 ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ വോട്ടെടുപ്പ് തുടരുകയും ചെയ്യും. വത്തിക്കാനിൽ നിന്ന് 24 എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ് തത്സമയം ചേരുകയാണ്. പി ജെയിംസ്, ലോകമൊന്നാകെ അടുത്ത മാർപ്പാപ്പയാര് എന്നത് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് വിശ്വാസികൾ. ഈ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് വത്തിക്കാൻ കടക്കാൻ പോകുന്നു. പേപ്പൽ കോൺക്ലേവിൻ്റെ തീയതി നിശ്ചയിക്കുന്നു. വത്തിക്കാനിൽ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് പി ജെയിംസ്? റീജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപിലാണ്. എൻ്റെ പശ്ചാത്തലത്തിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക കാണാം. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടുത്ത് സൈഡിലായിട്ട് കാണുന്ന ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അത് പരിഹരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. പി ജെയിംസ്, തുടരാം. പോപ്പിന്റെ സ്വന്തം ചാപ്പൽ എന്നറിയപ്പെടുന്ന സിസ്റ്റൈൻ ചാപ്പലിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സെൻറ്റ് പീറ്റേഴ്സിന്റെ ബസിലിക്കയുടെ അടുത്ത് പീരിമയുടെ സ്ട്രക്ചറിൽ കാണുന്ന ആ കെട്ടിടമാണ് അതിൻ്റെ ടോപ്പ്. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ടോപ്പാണത്. സ്വാഭാവികമായിട്ടും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് 135 കർദിനാൾമാർ മെയ് 7 കയറി കഴിഞ്ഞാൽ പിന്നെ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത് വരെ അവർക്ക് പുറത്ത് കിടക്കാൻ അവകാശമില്ല. ഫോണുകൾ വാങ്ങിവെക്കും. ഒരു തരത്തിലും ബാഹ്യലോകവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ആദ്യ റൗണ്ട്, 2 റൗണ്ട്, അങ്ങനെ പല റൗണ്ടുകളായിട്ടാണ് തിരഞ്ഞെടുപ്പ്. ആദ്യത്തെ റൗണ്ടിൽ വോട്ടെടുപ്പിൽ ഇതുണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുക. ഹലോ പി ജെയിംസ്, കേൾക്കാം. പി ജെയിംസ്, തുടരാം. ആദ്യ റൗണ്ടിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിൽ കറുത്ത പുക വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച സിസ്റ്റൈൻ ചാപ്പലിന്റെ ടോപ്പിലൂടെയാണ്. ആ കറുത്ത പുക വരുന്നത്. എപ്പോൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ വെളുത്ത പുക പ്രത്യക്ഷപ്പെടും. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക അടക്കം പള്ളിമണികൾ, ലോകമെമ്പാടുമുള്ള പള്ളിമണികൾ മുഴങ്ങും. അത് പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്നതിന്റെ സൂചനയാണ്. ഇപ്പോ ഒരു 10ഓളം കർദിനാളുമാരുടെ പേരുകൾ ഇവിടുത്തെ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2-3 പേരുകൾ, അതിലൊന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ, എന്നുവെച്ചാൽ പോപ്പിന് കീഴെ 2ാം സ്ഥാനത്തുള്ള പിയട്ര പെരോളിൻ എൻ്റെ പേരാണ്. പിന്നൊരു പേര് മനുഷ്യത്വത്തിന് പി ജെയിംസ് വത്തിക്കാനിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവ് മെയ് 7 നടക്കാൻ പോകുന്നു. പേപ്പൽ കോൺക്ലേവിന് മെയ് 7 തുടക്കമാകാൻ പോകുന്നു. സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കുന്ന കോൺക്ലേവിൽ വോട്ടവകാശമുള്ള 135 കർദിനാൾമാരാണ് പങ്കെടുക്കുക. 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാർ വോട്ടെടുപ്പിലൂടെ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. 3/2 ഭൂരിപക്ഷം ആർക്ക് ലഭിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആ ആളായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി മാറാൻ പോകുന്നത്. പി ജെയിംസ് തുടരുന്നുണ്ട്. തുടരാം. തീർച്ചയായിട്ടും ഈ സിസ്റ്റൈൻ ചാപ്പലിലാണ് 1485 സെക്സ്റ്റസ് IV എന്ന മാർപ്പാപ്പയാണ് സിസ്റ്റൈൻ ചാപ്പൽ പണിതത്. അതുകൊണ്ടാണ് സെക്സ്റ്റസിന്റെ പേരിലാണ് സിസ്റ്റൈൻ ചാപ്പൽ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. പ്രസിദ്ധമായ പെയിന്റിങ്സ് ഉണ്ട്. മൈക്കലാഞ്ചലോയുടെ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അതുപോലെ തന്നെ ക്രിയേഷൻ ഓഫ് ആദം, അതുപോലെ പത്രോസിന് കർത്താവ് കീ കൊടുക്കുന്ന, താക്കോല് കൈമാറുന്നതിന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ പ്രസിദ്ധമായ ബൈബിളിലെ വാക്കാണ് തന്റെ പ്രഥമ ശിഷ്യനായ പത്രോസിനോട് പറയുന്നത്, പത്രോസെ നീ പാറയാകുന്നു, ഈ പാറയമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും, നരകവാതിലുകൾ അതിന്മേൽ പ്രബലപ്പെടുകയില്ല. ഭൂമിയിൽ നീ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിക്കപ്പെടും, ഭൂമിയിൽ നീ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെടുമെന്ന തരത്തിലുള്ള ഇത് സിസ്റ്റൈൻ ചാപ്പലിൽ ആ കീ കൊടുക്കുന്നതിൻ്റെ
പ്രതീകാത്മകമായ ചിത്രീകരണമുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് കർദിനാൾമാർ കയറിയിരുന്ന് ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത പിൻഗാമിയായിട്ട് വരുന്ന ആളെന്ന നിലയിൽ ലോകമെമ്പാടും പുതിയ ശരി, പി ജെയിംസ് വത്തിക്കാനിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയാണ്. അടുത്ത മാർപ്പാപ്പ ആരാകും എന്നത് ഉറ്റുനോക്കുകയാണ് ലോകം. ആകാംക്ഷയോടുകൂടി വിശ്വാസികളും ലോകം ഒന്നാകെയും തന്നെ കാത്തിരിക്കുകയാണ്. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് വത്തിക്കാൻ കടക്കുന്നു. പേപ്പൽ കോൺക്ലേവിന് മെയ് 7 തുടക്കമാകാൻ പോകുന്നു. അതിൻ്റെ തീയതി ഇന്ന് കർദിനാൾമാരുടെ യോഗമാണ് അതിൻ്റെ തീയതി നിശ്ചയിച്ചത്. ഇനി ലോകത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ വത്തിക്കാനിലേക്കായിരിക്കും.